നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തൃശൂരിൽ യെല്ലോ അലർട്ട്. പാവറട്ടി പഞ്ചായത്ത് 15-ാം വാർഡിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണു. മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. മഴക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് 11 ക്യാമ്പുകൾ. 54 കുടുംബങ്ങളാണ് ക്യാമ്പുകളിലുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ 11 വീടുകൾക്കും ഭാഗികമായും ഒരു വീടിന് പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ കുന്നംകുളം ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു. ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ കോലാടിപ്പറമ്പിൽ ബിജേഷും കുടുംബവും താമസിച്ചിരുന്ന വീടാണ് തകർന്നത്. തെക്കുംകര വീരുപ്പാക്കയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പുളിമരം വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണ് വീട് തകർന്നു. ആർക്കും പരിക്കില്ല. നമ്പ്രത്ത് തങ്കമ്മയുടെ വീടിന് മുകളിലേക്കാണ് പുളിമരം കാറ്റിൽ മറിഞ്ഞു വീണത്. കനത്ത മഴയെ തുടർന്ന് പള്ളിപ്പുറം ആലപ്പാട് റോഡിൽ വെള്ളം കയറി. മനക്കൊടി പുള്ള് റോഡ്, മനക്കുടി കോടന്നൂർ റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറി. കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ കയ്പമംഗലം എടത്തുരുത്തി പഞ്ചായത്തുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കയ്പമംഗലത്ത് കൂരിക്കുഴി ബാബുൽ ഉലും മദ്രസയിലാണ് ക്യാമ്പ് തുറന്നത്. മഴ കനത്തതോടെ അപകടക്കെണിയായി ചാവക്കാട് ദേശീയപാതയിലൂടെയുള്ള യാത്ര. പുതുതായി നിർമ്മിച്ച സർവീസ് റോഡിലാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ നിയന്ത്രണം വിട്ട ട്രാവലർ തൊമ്മാന പാടത്തേക്ക് മറിഞ്ഞ് 20ഓളം പേർക്ക് നിസ്സാര പരിക്കേറ്റു. ചാലക്കുടി ഭാഗത്തു നിന്നും വന്നിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് പാടത്തിനോട് ചേർന്നുള്ള ബാരിക്കേഡുകൾ തകർത്ത് മറിയുകയായിരുന്നു. വടക്കാഞ്ചേരിയിലെ ജനവാസ മേഖലയിൽ തള്ളിയ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യിക്കാതെ നഗരസഭ അധികൃതർ. ഇതുമൂലം പകർച്ചവ്യാധി ഭീഷണിയിൽ പ്രദേശവാസികൾ. മുള്ളൂർക്കരയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിന്റേതാണ് ഉത്തരവ്. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ച പരിശോധിക്കുന്നതിനിടെയുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. വട്ടാണത്ര കൈനാത്തുടൻ വീട്ടിൽ 62 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. മുരിങ്ങുങ്ങൽ മുപ്ലി റോഡിലെ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ വനത്തിനുള്ളിലെ തോട്ടിൽ പുരുഷന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. മുപ്ലിയിലുള്ള ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് 1 മാസം മുൻപ് കാണാതായ ആളുടെ മൃതദേഹമാണെന്ന് സംശയിക്കുന്നു. വേലൂർ കുറുമാലിയിൽ കടന്നലുകളുടെ ആക്രമണത്തിൽ 3 പേർക്ക് സാരമായി പരിക്കേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളികളായ ചീരോത്ത് വീട്ടിൽ മിനി, നെല്ലിക്കൽ വീട്ടിൽ വത്സ എന്നിവർക്കും നാട്ടുകാരനായ തോപ്പിൽ ജെമിനുമാണ് കടന്നൽ കുത്തേറ്റത്. കാണികളുടെ അഭാവം മൂലം ഓട്ടുപാറ കുന്നംകുളം സംസ്ഥാന പാതയിലെ 1-ാം ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണെന്ന് നാട്ടുകാർ. തണൽമരം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വധൂവരന്മാരെ കണ്ടെത്തുന്നതിനുള്ള 5ാമത് മഹാസംഗമം ഈ മാസം 24-ന് തൃശൂർ ടൗൺ ഹാളിൽ നടക്കും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ നടക്കുന്ന മഹാസംഗമത്തിന്റെ ഉദ്ഘാടനം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിക്കും. പൂജയുടെ മറവിൽ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ജീവനക്കാരനെ ബാംഗ്ലൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ ജീവനക്കാരനായ TA അരുണാണ് അറസ്റ്റിലായത്. കോൺഗ്രസ് ചന്ദ്രാപിന്നി 12-15 വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം കണ്ണംപുള്ളിപ്പുറത്ത് നടത്തി. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടകൻ ജില്ലാ ചെയർമാൻ അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. വിനോദവും വിജ്ഞാനവും പങ്കുവച്ച് 30 വർഷമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കേരള വിഷന്റെ തൃപ്രയാർ മേഖലാ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ തൃപ്രയാർ മീഡിയ കൺവെർജൻസ് SSLC+2 വിജയികളെ അനുമോദിച്ചു. തൃപ്രയാർ കിഴക്കേനട കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. കോടാലി കാർഷിക ഉൽപാദന സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘം അംഗങ്ങളുടെ മക്കളിൽ SSLC+2 പരീക്ഷയിൽ വിജയം നേടിയവരെ അനുമോദിച്ചു. അനുമോദന യോഗം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയിൽ തിരുവില്ലാമല പഞ്ചായത്തിലെ നെൽകർഷകർ ആശങ്കയിൽ. അതിശക്തമായ മഴ കാരണം നട്ടനാറുകൾ വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്.
വൈസ്മെൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയണൽ ഡിസ്ട്രിക്ട് 2വിന്റെ സമ്മേളനവും പുതിയ ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്ഥാനാരോഹണവും കുന്നംകുളത്ത് നടന്നു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. അമല ആയുർവേദ വിഭാഗം മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള പ്രത്യേക ഔഷധക്കൂട്ടുമായി കർക്കിടക സ്റ്റാൾ ആരംഭിച്ചു. ആയുർവേദ വിഭാഗം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ് ഉദ്ഘാടനം ചെയ്തു. CPM മതിലകം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മതിലകം പാരാമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KSTA സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണാറ ഹണി പാർക്കിന് സമീപം പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ എടുത്ത റോഡിലെ കുഴിയിൽ സ്കൂൾ വാൻ താഴ്ന്നു. തൃശൂർ കോർപ്പറേഷനിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനായി പൈപ്പ് ലൈൻ സ്ഥാപിച്ച കുഴിയിലാണ് സ്കൂൾ വാൻ താഴ്ന്നത്. ആർക്കും പരിക്കില്ല. ആലപ്പാട് പൊറത്തൂരിൽ വെണ്ണീറായി സങ്കേതത്തിന് സമീപം തെങ്ങ് വീണ വീടിനും കാറിനും കേടുപാട് സംഭവിച്ചു. 3 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. കുന്നത്ത് ലൗലി ജോഷിയുടെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. കുഴൂർ എരവത്തൂരിൽ വാഴത്തോട്ടത്തിൽ വെള്ളം കയറി. ഐരാണിക്കുളം സ്വദേശിയായ പഞ്ചായത്ത് അംഗം PS സന്തോഷ് കുമാറിന്റെ 2500ഓളം ഏത്തവാഴകളാണ് വെള്ളത്തിലായത്. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. മുൻമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പാലപ്പിള്ളിയിൽ തുടർച്ചയായ 2ാം ദിവസവും വീടിന് നേരെ കാട്ടാനാക്രമണം. പാലപ്പിള്ളി അക്കരപ്പാടി പൂഴിത്തറ സുധീറിന്റെ വീടിന് നേരെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. 5 ആനകളാണ് വീട്ടുമുറ്റത്തെത്തി ഭീതി പരത്തിയത്. ഗുരുവായൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു വീണു. ബ്രഹ്മകുളം വട്ടംപറമ്പിൽ വത്സ വിജയന്റെ വീടാണ് തകർന്നത്. ചായ്പൻകുഴി പൊന്നാമ്പിയോളിൽ കപ്പേളയുടെ രൂപക്കൂട് കല്ലെറിഞ്ഞ് തകർത്ത നിലയിൽ കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് മുനക്കക്കടവിൽ കടൽക്ഷോഭം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം. KS പാർവതിയാണ് കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടന്നത്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. പാവറട്ടി വെൺമേനാട് ആശുപത്രി പടിക്ക് സമീപം ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. VK ദേവദാസിന്റെ വീടാണ് മഴയിൽ തകർന്നത്. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ 10 കോടിയോളം രൂപ ചിലവാക്കി നിർമ്മിച്ച പുതിയ വജ്രജൂബിലി കെട്ടിടം വ്യാഴാഴ്ച മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിക്കും. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ മെറിറ്റ് ഡേ ആഘോഷം തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ റെജി ജോയ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ ടൗൺ ബ്രാഞ്ച് മന്ദിരം വ്യാഴാഴ്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം 1.5 കോടി രൂപ ചെലവിൽ 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മിൽമ എറണാകുളം മേഖലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തെക്കുംകര പഞ്ചായത്ത് ഹാളിൽ ബോധവൽക്കരണ പരിപാടി നടത്തി. മിൽമ ഡയറക്ടർ ബോർഡ് അംഗം NR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.